യൂട്യൂബർ സിന്ധു കൃഷ്ണയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന വിവാദങ്ങൾ കേവലം ഒരു കുടുംബത്തിലെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒതുങ്ങുന്നില്ല. മരുമകനായ അശ്വിനോട് സിന്ധു കൃഷ്ണ കാണിച്ചുവെന്ന് പറയപ്പെടുന്ന മര്യാദക്കുറവ് സമൂഹ മാധ്യമങ്ങളിൽ ആളിക്കത്തിയതോടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ഔപചാരികത, ബഹുമാനം, ലിംഗവിവേചനം എന്നിവയെക്കുറിച്ചുള്ള കാലഹരണപ്പെട്ട ചിന്താഗതികൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മരുമകൻ അശ്വിൻ കഴിക്കുന്നതിന് മുമ്പ് സിന്ധു കൃഷ്ണ ഭക്ഷണം കഴിച്ചു എന്നതുൾപ്പെടെയുള്ള സംഭവങ്ങളെ മുൻനിർത്തിയാണ് പ്രധാനമായും വിമർശനങ്ങൾ ഉയർന്നത്. പരമ്പരാഗതമായ കാഴ്ചപ്പാടിൽ വീട്ടിലെ അതിഥികൾക്കോ പുരുഷന്മാർക്കോ വേണ്ടി കാത്തിരിക്കുന്നത് മര്യാദയുടെ ഭാഗമായി കരുതുന്നു. ഈ മര്യാദ മരുമകനായ അശ്വിന് ലഭിച്ചില്ല എന്നാണ് വിമർശകരെ പ്രകോപിപ്പിച്ചത്. ഒരു നെറ്റിസൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ടേബിൾ മാനേഴ്സ് എന്നത് അതിഥികൾക്കും വീട്ടിലുള്ളവർക്കും ഒരുപോലെ ബാധകമായ അടിസ്ഥാനപരമായ മാന്യതയാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ എല്ലാവർക്കും വിളമ്പി നൽകുകയോ അല്ലെങ്കിൽ എല്ലാവരും തയ്യാറാക്കുന്നതുവരെ കാത്തിരിക്കുകയോ ചെയ്യുന്നത് കരുതലിന്റെ ലക്ഷണമാണ്. സിന്ധു കൃഷ്ണയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ശ്രദ്ധക്കുറവ് അശ്വിൻ എന്ന വ്യക്തിക്ക് അവർ അർഹിക്കുന്ന ബഹുമാനം നൽകിയില്ല എന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെട്ടു. മരുമകനെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നതെന്ന ദിയയുടെ വാദത്തെ ഈ നെറ്റിസൺ ചോദ്യം ചെയ്യുന്നു. സ്വന്തം വീട്ടിൽ സ്വാതന്ത്ര്യവും അടുപ്പവും ഉണ്ടെങ്കിൽ വിളമ്പിത്തരാൻ കാത്തു നിൽക്കാതെ അശ്വിൻ തന്നെ വിളമ്പി കഴിച്ചേനെ എന്ന നിരീക്ഷണം ഇവിടെ ശ്രദ്ധേയമാണ്. മരുമകനെ പരമ്പരാഗത രീതിയിൽ പരിഗണിക്കാത്തത് പ്രത്യേകിച്ചും പിന്തിരിപ്പൻ കാഴ്ചപ്പാടുകളുള്ള ഒരു വിഭാഗം പ്രേക്ഷകരെ പ്രകോപിപ്പിച്ചു എന്ന വാദവും ശക്തമാണ്. കേരളീയ സമൂഹത്തിൽ പെൺമക്കളുടെ ഭർത്താക്കന്മാർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു രീതിയുണ്ട്. സിന്ധു കൃഷ്ണ ഈ പരമ്പരാഗത ചിട്ടവട്ടം തെറ്റിച്ചത് കുടുംബ ബന്ധങ്ങളിൽ തങ്ങളുടെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അവർ കണക്കാക്കി. ഒരു കമന്റിൽ പറയുന്നത് പോലെ, ചേച്ചിയുടെയും അനിയത്തിയുടെയും ഭർത്താക്കന്മാർ വരുമ്പോൾ വീട്ടുകാർ അവരോട് പെരുമാറുന്നത് കാണുമ്പോൾ അത് ചേച്ചിയുടെ ഭർത്താവിനേക്കാൾ ചേച്ചിക്ക് തന്നെ വിഷമമാകുമെന്ന മുന്നറിയിപ്പും സാമൂഹികമായ താരതമ്യത്തിലൂടെ കുടുംബാംഗങ്ങളെ ബഹുമാനിക്കണമെന്ന ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. ഈ വിവാദം ഇത്രയും അധികം പൊതുചർച്ചയാകാനുള്ള പ്രധാന കാരണം ഇതൊരു പുരുഷ മരുമകനെ സംബന്ധിച്ച വിഷയമായതുകൊണ്ടാണെന്ന വിമർശനമാണ് ഏറ്റവും പ്രധാനം. ഈ ചർച്ച കുടുംബ ബന്ധങ്ങളിലെ ലിംഗപരമായ ഇരട്ടത്താപ്പുകൾ തുറന്നു കാട്ടുന്നു. എത്രയോ വീടുകളിൽ മരുമക്കളായ സ്ത്രീകൾ അവഗണന നേരിടുന്നുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത ചർച്ച എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ഇന്ത്യൻ കുടുംബ വ്യവസ്ഥയിൽ ഭർത്താവിനെ വീട്ടിലെത്തിയാൽ മരുമകൾക്ക് സ്വന്തം സ്വാതന്ത്ര്യങ്ങളും ഇഷ്ടങ്ങളും പലപ്പോഴും ഉപേക്ഷിക്കേണ്ടി വരുന്നു. അവർക്ക് ഭക്ഷണ കാര്യത്തിലോ വിശ്രമിക്കുന്നതിലോ സംസാരത്തിലോ പലപ്പോഴും പുരുഷന്മാർക്കുള്ള പരിഗണന ലഭിക്കാറില്ല. ഇത്തരം സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കാറില്ല. റെഡിറ്റിൽ ഉയർന്നു വന്ന വാദം ഈ ഇരട്ടത്താപ്പിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. നടി റീമ കല്ലിങ്കൽ താൻ പെൺകുട്ടി ആയതിന്റെ പേരിൽ വീട്ടിലെ പൊരിച്ച മീൻ ലഭിക്കാതെ പോയതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അന്നത്തെ സമൂഹം അതിലെ ട്രോളുകളും നിസ്സാരമായി തള്ളിക്കളയുകയുമാണ് ചെയ്തത്. പുരുഷന്മാർക്കാണ് ഭക്ഷണ കാര്യത്തിൽ മുൻഗണന എന്ന റീമയുടെ നിരീക്ഷണം ഒരു തമാശയായി കണക്കാക്കപ്പെട്ടു. എന്നാൽ ഇന്നൊരു മരുമകന് വിളമ്പിക്കൊടുക്കേണ്ടതിൻ്റെയും കാത്തിരിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ സമൂഹം അത് ഗൗരവമായ മര്യാദയുടെ വിഷയമായി ചർച്ച ചെയ്യുന്നു. ഇത് വ്യക്തമാക്കുന്നത് ഇതാണ്: പുരുഷന്മാർക്ക് ലഭിക്കേണ്ട പരിഗണന അവകാശമായും സ്ത്രീകൾക്ക് ലഭിക്കേണ്ട പരിഗണന വിവേചനമില്ലായ്മ എന്ന നിലയിൽ മാത്രം കണക്കാക്കുന്ന ഒരു സാമൂഹിക സമീപനം നിലനിൽക്കുന്നു. മകൾ ദിയാകൃഷ്ണ ഭർത്താവിനെ ബഹുമാനിക്കാത്തതുകൊണ്ടാണ് ഭർത്താവിന്റെ വീട്ടുകാരും അശ്വിന് പരിഗണന നൽകാത്തതെന്ന വിമർശനം ദാമ്പത്യ ബന്ധങ്ങളിലെ അധികാര ഘടനയും സ്ത്രീയുടെ പങ്കിനെയും സംബന്ധിച്ചുള്ള പരമ്പരാഗത ചിന്തകളെയാണ് എടുത്തു കാണിക്കുന്നത്. ഭാര്യയാണ് ഭർത്താവിനെ ബഹുമാനിക്കാൻ കുടുംബാംഗങ്ങളെ പഠിപ്പിക്കേണ്ടതെന്ന ധാരണ ഒരു പങ്കാളി എന്ന നിലയിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യതയെ മാത്രം ഊന്നി പറയുന്നു. ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള പരസ്പര ബഹുമാനത്തിന്റെ സമത്വത്തെയും കാഴ്ചപ്പാടിനെയും നിഷേധിക്കുന്നു. സിന്ധു കൃഷ്ണയുടെ കുടുംബം പൊതുവെ പരമ്പരാഗത ചിട്ടവട്ടങ്ങൾ പാലിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. ഇത് അവരുടെ സ്വതന്ത്രമായ ജീവിത രീതിയായി വ്യാഖ്യാനിക്കാമെങ്കിലും പൊതുസമൂഹത്തിൽ അത് നിയമലംഘനമായും ബഹുമാനക്കുറവായും അനുഭവപ്പെടുന്നു. ഇത് യൂട്യൂബ് പോലുള്ള പൊതുവേദികളിൽ തങ്ങളുടെ ജീവിതം അവതരിപ്പിക്കുമ്പോൾ കുടുംബങ്ങൾ നേരിടേണ്ടി വരുന്ന ധാർമ്മിക വിചാരണയാണ് സൂചിപ്പിക്കുന്നത്. അവസാനമായി, അശ്വിൻ ഒരു ഗ്രീൻ ഫോറസ്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരെ നടക്കുന്ന ഈ അവഗണന ചർച്ചാ വിഷയമാകുന്നെന്ന വാദം സിന്ധു കൃഷ്ണയ്ക്ക് നേരെ നടക്കുന്ന ബുള്ളിങ്ങിന്റെയും അപകടകരമായ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നു. ഈ വിഷയം ഒരു നന്മതിന്മ പോലെയുള്ള തീവ്ര നിലപാടുകളിലേക്ക് വഴിമാറുന്നത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള തുറന്ന സംവാദങ്ങൾ അസാധ്യമാക്കുന്നു. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ ചെറിയ പിഴവുകളെ പോലും ധാർമ്മികമായി കുറ്റകൃത്യമായി ചിത്രീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ വിചാരണയുടെ അപകടകരമായ പ്രവണതയാണ്. സിന്ധു കൃഷ്ണയും മരുമകനും തമ്മിലുള്ള ബന്ധം കൺവിൻസിംഗ് അല്ല എന്ന് തോന്നാമെങ്കിലും അതിന്റെ പേരിൽ ഒരു വ്യക്തിക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്തുന്നതും ബന്ധങ്ങളിലെ സ്വകാര്യതയും അതിരുകളെയും ലംഘിക്കുന്ന നടപടിയാണ്. സിന്ധു കൃഷ്ണ അശ്വിൻ വിവാദം കേരളീയ സമൂഹം ഇപ്പോൾ പരമ്പരാഗത കുടുംബ ചിട്ടവട്ടങ്ങളിൽ നിന്നും പുരുഷാധിപത്യ ചിന്തകളിൽ നിന്നും പൂർണ്ണമായി മോചനം നേടിയിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. ഒരു മരുമകന് ലഭിക്കേണ്ട ബഹുമാനം ചർച്ചാ വിഷയമാകുമ്പോൾ മരുമകൾക്ക് ലഭിക്കേണ്ട തുല്യതയെക്കുറിച്ചും സമൂഹം മൗനം പാലിക്കുന്നത് ഈ ഇരട്ടത്താപ്പിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ചർച്ചകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതാണ്: കരുതലും ബഹുമാനം ലിംഗഭേദമില്ലാതെ എല്ലാ വ്യക്തികൾക്കും കുടുംബ ബന്ധങ്ങളിലും അർഹതപ്പെട്ടതാണ്. പരസ്പര സ്നേഹവും സമത്വബോധവുമാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും മികച്ച മര്യാദ. ഈ വിവാദങ്ങൾ പരമ്പരാഗത നിയമങ്ങൾക്കപ്പുറം ആത്മാർത്ഥമായ കരുതലിന്റെയും തുല്യതയുടെയും അടിസ്ഥാനത്തിൽ കുടുംബ ബന്ധങ്ങളെ എങ്ങനെ പുനർവിചിന്തനം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള അവസരമാണ് നൽകുന്നത്.